ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് QR അധിഷ്ഠിതമായിട്ടുള്ള കോയിൻ വെൻഡിങ് മെഷീൻ വന്നിരിക്കുകയാണ്. മുമ്പും കോയിൻ വെൻഡിങ് മെഷീൻ ഉണ്ടായിരുന്നു. അന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. നമ്മൾ നോട്ടുകൾ ആ ഒരു വെൻഡിങ് മെഷീനിലേക്ക് വെച്ച് കൊടുക്കും. ആ നോട്ടുകൾ വെൻഡിങ് മെഷീനിൽ ചെന്ന് അതിനനുസരിച്ചിട്ടുള്ള കോയിൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ ടെക്നോളജി ഒരുപാട് മാറി, QR കോഡിൻ്റെ കാലമാണ് ഇപ്പം. അതിൻ്റെ ബേസിൽ നമുക്ക് ജസ്റ്റ് ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് വേണ്ട കോയിൻസിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കോയിൻസ് നമ്മുടെ കയ്യിലെത്തുന്ന രീതിയിലാണ് പുതിയ QR കോഡ് ഉപയോഗിച്ചിട്ടുള്ള കോയിൻ വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. 2023 RBI അവരുടെ മോണിറ്ററി പോളിസി കമ്മിറ്റീൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് 12 നഗരങ്ങളിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പൈലറ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ബാങ്കുകൾ ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ICICI, SBI ആൻഡ് ഫെഡറൽ ബാങ്ക് ആയിരുന്നു. ഇതിൽ ഫെഡറൽ ബാങ്കാണ് ഇപ്പോൾ കോഴിക്കോടുള്ള പുതിയൊരു ബ്രാഞ്ചിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ആ QR കോഡ് മെഷീൻ്റെ മുന്നിൽ ചെല്ലുക, അവിടെ കോയിൻസ് കാണിച്ചിട്ടുണ്ടാവും. ആ കോയിൻസിൽ ഏതൊക്കെ കോയിൻസാണ് നമുക്ക് വേണ്ടത്, അതിൻ്റെ എത്ര ഡിനോമിനേഷൻ വേണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഒരു QR കോഡ് ജനറേറ്റ് ആവുന്നതാണ്. ആ QR കോഡ് നമ്മൾ നമ്മുടെ ഏതെങ്കിലും UPI ആപ്ലിക്കേഷൻസ് വെച്ച് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് താഴെ വെച്ചിരിക്കുന്ന ഡിസ്പെൻസറിൽ കോയിനുകളൊക്കെ വന്ന് വീഴുന്നതായിരിക്കും. നമുക്കത് എടുത്തിട്ട് പോകാവുന്നതുമാണ്. ഇത്രയും വളരെ സിമ്പിളായിട്ടാണ് ഈ മെഷീനുകളുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. കോയിനുകളൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അത് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് കോയിൻസൊക്കെ കുറഞ്ഞു വരുന്നൊരു കാലമാണ്. കാരണം എല്ലാവരും UPIയുടെ പിന്നാലെയാണ് പോകുന്നത്. എന്നിരുന്നാലും ഈ കോയിനുകളുടെ ലഭ്യതയ്ക്ക് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് RBI ഇത്തരത്തിലുള്ള മെഷീനുകൾ സ്ഥാപിക്കണമെന്ന് ഇന്ത്യയിലെ ബാങ്കുകളോട് പറയുകയുണ്ടായിരുന്നത്. ഇന്ത്യയിലെ 12 സിറ്റികളിലാണ് വരുന്നത്. ഇതിൽ ആദ്യമായിട്ട് ഈ പ്രൊജക്റ്റ് നടപ്പായത് നമ്മുടെ കേരളത്തിൽ കോഴിക്കോടാണ്. അതും ഫെഡറൽ ബാങ്കാണ് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.